ആറ്റം പോർട്ടൽ സെലക്ട് ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്ത ഏറ്റവും അടിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് റിവാർഡ് പോയിൻ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ റിവാർഡ്സ് പോയിൻറ്റ്സ് എത്രയുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ 14,000 റിവാർഡ്സ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഫസ്റ്റ് ക്രൈ മുതലായ സംഭവങ്ങളുടെ ഗിഫ്റ്റ് കൂപ്പൺ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആമസോൺ ഗിഫ്റ്റ് കൂപ്പണാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് റെഡീം കൊടുക്കുക. 1031 പോയിൻറ്റ്സാണ് നമുക്ക് 100 രൂപയുടെ കൂപ്പൺ വേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് റെഡീം കൊടുത്താൽ നമ്മുടെ അഡ്രസ് കൺഫർമേഷൻ ചോദിക്കും. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഒരിക്കൽ കൂടി ഓർഡർ കൺഫേം ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ഏജൻസി കോഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായി എൻ്റർ ചെയ്യുക. അധികം വൈകാതെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആയി എന്നുള്ള മെസ്സേജ് ലഭിക്കും. തിരികെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് ഹോമിലേക്ക് എത്തിയാൽ 14,000 റിവാർഡ് പോയിൻറ്റ്സിൽ 10,031 റിവാർഡ് പോയിൻറ്റ്സ് കുറഞ്ഞതായിട്ട് കാണാം. ഇനി നമ്മുടെ ഗിഫ്റ്റ് വൗച്ചർ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കുക. അതിനായിട്ട് ഓർഡർ ഹിസ്റ്ററിയിൽ ട്രാക്ക് ഓർഡർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഗിഫ്റ്റ് വൗച്ചറിൻ്റെ കോഡും അതിൻ്റെ പിന്നും ലഭ്യമാണ്. നമുക്കത് എവിടെ റെഡീം ചെയ്യാമെന്നുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക. വേർ ടു റെഡീമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ അതിൻ്റെ പിന്നും. അതിനുശേഷം OTP കൊടുക്കുക. ആ വൗച്ചർ കോഡ് നമുക്ക് കോപ്പി ചെയ്തെടുക്കുക. കോഡ് ആയതിനു ശേഷം നമ്മൾ കോഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ കോപ്പി ചെയ്യുക. ശേഷം നാം വീണ്ടും ആമസോണിൽ പോയാൽ നമ്മുടെ ഗിഫ്റ്റ് കാർഡ് അവിടെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡിനകത്ത് നമുക്ക് ആ ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് എൻട്രി ചെയ്യുക. ആഡ് ഗിഫ്റ്റ് കാർഡ് ബാലൻസ് കൊടുക്കുക. നമ്മുടെ 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആമസോണിനകത്ത്. ഇത്രയുമാണ് നമ്മുടെ റെഡീം പോയിൻറ്റ്സ് ഉപയോഗിച്ച് ഗിഫ്റ്റ് കാർഡ് ആഡ് ചെയ്യുന്ന സംഭവം. താങ്ക് യു.